ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് FSD ഡാമ്പേഴ്സിനെ പറ്റിയാണ്. ഫ്രീക്വൻസി സെൻസിങ് ഡാമ്പിംഗ്. FSD ഡാമ്പേഴ്സിന്റെ വർക്കിംഗിലേക്ക് നോക്കുവാണെങ്കിൽ വണ്ടിയുടെ ലോ ഫ്രീക്വൻസി മൂവ്മെന്റ്സ് ആയ കോർണർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബോഡി റോൾ, അതുപോലെ ബ്രേക്കിംഗ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ FSD ഡാമ്പേഴ്സ് ഹൈ ഡാമ്പിംഗ് ഫോഴ്സ് കൊടുക്കും. അത് വണ്ടിയുടെ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യും, അതുപോലെ തന്നെ ബോഡി റോളും കുറയ്ക്കും. അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി മൂവ്മെന്റ്സ് ആയ റഫ് സർഫസിലൂടെ പോകുമ്പോൾ FSD ഡാമ്പേഴ്സ് അതിന്റെ ഡാമ്പിംഗ് ഫോഴ്സ് കുറയ്ക്കും. അങ്ങനെ കുറയ്ക്കുന്നതിലൂടെ സസ്പെൻഷൻ ആ ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യും. അങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു റൈഡ് കിട്ടും. ബാക്കിയുള്ള ഡാമ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ FSD ഡാമ്പേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫ്രീക്വൻസി സെൻസിങ് ബൈപ്പാസ് വാൽവ് ആണ്. ഇതാണ് ഡാമ്പറിനുള്ളിലെ ഹൈഡ്രോളിക് ഫ്ലൂയിഡിന്റെ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഹൈ ഫ്രീക്വൻസി മൂവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ ബൈപ്പാസ് വാൽവ് കൂടുതൽ ഓപ്പൺ ആയിരിക്കും. അങ്ങനെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് മെയിൻ ഡാമ്പിംഗ് പിസ്റ്റണെ ബൈപ്പാസ് ചെയ്യുന്നു. അത് ഓവറോൾ ഡാമ്പിംഗ് ഫോഴ്സ് കുറയ്ക്കും. അതുപോലെ ലോ ഫ്രീക്വൻസി മൂവ്മെന്റ്സിൽ ബൈപ്പാസ് വാൽവ് മോസ്റ്റ്ലി ക്ലോസ് ആയിരിക്കും. അങ്ങനെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് മെയിൻ ഡാമ്പിംഗ് പിസ്റ്റണിൽ കിടക്കുന്നു. അത് ഡാമ്പിംഗ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. FSD ഡാമ്പേഴ്സ് കംപ്ലീറ്റ്ലി മെക്കാനിക്കലാണ്. അതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയും അതുപോലെ തന്നെ കോസ്റ്റ് എഫിഷ്യൻറ്റുമാണ്. കോണി എന്ന് പറയുന്ന സസ്പെൻഷൻ കോമ്പൗണ്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് FSD ഡാമ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ ജീപ്പ് കോമസിലും മഹീന്ദ്രയുടെ XUV 700 വരുന്നത് FSD ഡാമ്പേഴ്സ് ആണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ബൈ.